പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഈ മഴ സമയത്ത് ചിലതൊക്കെ ഉണ്ടാകാനൊക്കെ ഒരു പ്രയാസമാണ് അല്ലേ. മഴ സമയം എന്ന് പറയുമ്പോൾ പച്ചക്കറികൾ അത്ര ഉഷാറായിട്ട് വളരുന്നതല്ല. എല്ലാമൊന്നുമില്ല, ചിലതൊക്കെ നമുക്ക് നട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറമ്പിൽ നിന്ന് പറിച്ചതാണ്. നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമായിട്ട് 1-2 മൂട് നിത്യവഴുതനയുണ്ട്. അപ്പോൾ എനിക്കിവിടെ വലിയ താല്പര്യമില്ലാത്ത ഒരു പച്ചക്കറിയെ നിത്യവഴുതന എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്ന് മൂത്തു കുറച്ച് വിത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ നാരുകളാണ്, ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം അത് ഇളം പ്രായത്തിൽ തന്നെ വേണം നമുക്കിത് പറിച്ച് മെഴുക്ക് പുരട്ടാൻ. തേങ്ങാക്കൊത്തും ഉള്ളി പച്ചമുളകൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പറിച്ച് നാളെ നോക്കുവാണെങ്കിലും നമുക്ക് കിട്ടും, കറി വെക്കാനുള്ളത് കിട്ടും. അതുകൊണ്ടാണ് ഇതിന് നിത്യവഴുതന എന്ന് തന്നെ പേര് വിളിക്കുന്നത്. ഇത് പല ടൈപ്പുണ്ട്. ഈ പച്ച നിറമുള്ളത് തന്നെ ഒരു 3 വലിപ്പത്തിലുണ്ട്. തീരെ ചെറുതായിട്ടുള്ളതുണ്ട്, വലുതുണ്ട്. ഇത് ഏറ്റവും വലുതാണ് കേട്ടോ. അതിൻ്റെ ഇടപ്പരുവും വലുതുണ്ട്. പിന്നെ വയലറ്റ് നിറത്തിലുള്ളതും ഇതേ വലിപ്പത്തിലുള്ളതും ഉണ്ട്, അതിൻ്റെ ചെറുതുമുണ്ട്. അങ്ങനെ 2 ടൈപ്പ് നിത്യവഴുതന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഇതൊക്കെ കൃഷി ചെയ്യുന്നതാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന്, അല്ലാതെ മാർക്കറ്റിലൊന്നും അങ്ങനെ കിട്ടത്തില്ല. പിന്നെ ചില ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതിങ്ങനെ എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ കണ്ടിട്ടില്ലെന്നും. അപ്പം നമ്മുടെ അത്യാവശ്യം അടുക്കളത്തോട്ടം നമുക്ക് നട്ടു വളർത്തിയാൽ നമുക്കിതുപോലെ നിത്യവും പറിച്ച് നമുക്ക് കൂട്ടാൻ വെക്കാനെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ കിളിപ്പിച്ച് എടുക്കുക. ചെറുതായിട്ടൊന്ന് പടത്തി കൊടുത്താച്ചാൽ മതി. സ്ഥലമില്ലാത്തവർക്ക് പടത്തണമല്ലോ എന്ന് ഓർത്താണ് ചിലരൊക്കെ ഇങ്ങനെയുള്ള പടരുന്ന പച്ചക്കറികളൊന്നും കൃഷി ചെയ്യത്തില്ല. പക്ഷെ കുറച്ച് സ്ഥലം മതി. ഒരു ചട്ടിയിൽ 2-3 കമ്പ് നട്ടാൽ അതിൽ തന്നെ പടത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കാനുള്ളത് കിട്ടും. ഓക്കെ, ഇതാണ് നിത്യവഴുതനയുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒക്കെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിനൊക്കെ ഒത്തിരി താങ്ക്സ് പറയുന്നു.